നമസ്കാരം. സന്ധ്യാദീപം ആരംഭിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ തിരിച്ചടിക്കുന്നതാണ് പൊതുവെ നമ്മളിൽ മിക്കവരുടെയും സ്വഭാവം. തിരിച്ചടി വാക്കുകൾ കൊണ്ടാവാം, ചിലപ്പോൾ കായികപരമായുമാകാം. എതിരാളി തന്നേക്കാൾ ശക്തനാണെങ്കിൽ ചിലർ എതിർപ്പ് പ്രകടിപ്പിക്കില്ല, പകരം ക്ഷമിക്കും. ഇത് ശരിയായ ക്ഷമയല്ല. ദുർബലൻ്റെ ക്ഷമയ്ക്ക് മഹത്വമില്ല. തിരിച്ചടിക്കാൻ എല്ലാവിധ ശക്തി ഉണ്ടായിരുന്നിട്ടും ചെയ്യാതിരുന്നാൽ മാത്രമേ അത് ക്ഷമയാകൂ. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ സ്വഭാവ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ ശക്തോ ക്ഷമ എന്ന വിശേഷണം കൂടി ചേർക്കുന്നത്. ശക്തിയുടെ ഭാവത്തിലും ക്ഷമിക്കാനുള്ള കഴിവിനെയാണ് ഈ രണ്ട് വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റൊരാൾ എത്ര അനിഷ്ടമായി പെരുമാറിയാലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന മനസ്സിൻ്റെ സമനില ഉലയാതെ നിർത്തുന്നവരാണ് ക്ഷമാശീലർ. ഈ സ്വഭാവ സവിശേഷത മഹാത്മാക്കളുടെ സഹജഭാവമാണ്. ശക്തൻ്റെ ക്ഷമാശീലം മഹത്തരമാണ്. സാധാരണ വളരെ ധൈര്യമുള്ളവരെന്ന് കൽപ്പിക്കപ്പെടുന്നവർ പോലും ദുഃഖം വരുമ്പോൾ അവശരാകുന്നത് കാണാം. എന്നാൽ എത്ര ദുഃഖമുണ്ടായാലും മനോധൈര്യത്തോടെ അവയെ നേരിടുന്നവർ മഹത്തുക്കളുടെ സ്വഭാവമാണ്. കഴിവുകളെല്ലാം ഉള്ളവരായാലും അതിൽ മതിമറക്കാത്തവരും തനിക്കുള്ള കഴിവുകളെ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നവരുമാണ് മഹാത്മാക്കൾ. തേനിന് മധുരം പോലെ, സൂര്യന് പ്രഭ പോലെ മഹാത്മാക്കളുടെ സ്വഭാവത്തിലെ മധുരവും വെളിച്ചവും സഹജമാണ്. എന്ന് മാത്രമല്ല, അവർ മറ്റുള്ളവരെയും മഹത്തുക്കളാക്കാൻ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ്. ഏറ്റവും വലിയ വിജയം ക്ഷമയാണ്. ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും. കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷരി നക്ഷത്രമാലിക സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ശ്രീമദാത്മനി ഗുണൈകസിന്ധവേ നമഃ ശിവായ. ധാമലേശധൂതലോകബന്ധവേ നമഃ ശിവായ. നാമശോഷിതാനമദ്ഭവാന്ധവേ നമഃ ശിവായ. പാമരേതര പ്രധാനബന്ധവേ നമഃ ശിവായ. ശ്രീമദാത്മനി ഗുണൈകസിന്ധവേ നമഃ ശിവായ. ധാമലേശധൂതലോകബന്ധവേ നമഃ ശിവായ. നാമശേഷിതാനമദ്ഭവാന്ധവേ നമഃ ശിവായ. പാമരേതര പ്രധാനബന്ധവേ നമഃ ശിവായ.
അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ശങ്കര സ്തോത്രാമൃതത്തിൽ ഇന്നു മുതൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രമാണ് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന സ്തോത്രമാണ് ഇത്. ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നതിലൂടെ മനഃശുദ്ധി കൈവരികയും ജീവിത ദുരിത ശാന്തി ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ശിവപ്രീതികരമായ സ്തോത്രത്തിൽ പ്രധാനമായ കൃതിയെ സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ സ്തോത്രങ്ങളിൽ വളരെ വിശിഷ്ടമായ നിത്യപാരായണത്തിന് അങ്ങേയറ്റം ഉപയുക്തമായ അതുപോലെ സുന്ദര പദാവലികളെ കൊണ്ട് കോർക്കപ്പെട്ട ഒരു സ്തോത്രമാണ് ശിവപഞ്ചാക്ഷര നക്ഷത്രമാലാ സ്തോത്രം. വളരെ പ്രസിദ്ധമാണ്. അനേക ഭക്തർ നിത്യവും പാരായണത്തിന് ഉപയോഗിക്കുന്നതാണ്. ശിവൻ്റെ, ഭഗവാൻ പരമേശ്വരൻ്റെ നാമാക്ഷരങ്ങൾ പ്രസിദ്ധങ്ങളാണ്. വേദത്തിൽ തന്നെ ഭഗവാന്റെ അനേക നാമങ്ങളെ പറയുന്ന കൂട്ടത്തിൽ നമഃ ശിവായ എന്ന്, ഈ നമഃ ശിവായ എന്നുള്ള പഞ്ചാക്ഷരം വേദപ്രസിദ്ധവും അങ്ങേയറ്റം ഭക്തർക്ക്, ഉപാസകർക്ക് ആശ്രയിക്കത്തക്കതുമാണ്. നിത്യവും നമഃശിവായ ജപിക്കുന്നത് കൊണ്ട്, ഓങ്കാരയുക്തമായി നമഃശിവായ ജപിക്കുന്നത് കൊണ്ടൊരു മനുഷ്യന് എല്ലാ പ്രകാരത്തിൽപ്പെട്ട ശാന്തിയും മാനസിക ബലവും ശുദ്ധിയും എല്ലാം കൈവരും. ഇതിലൊരു സന്ദേഹവുമില്ല. സജ്ജനങ്ങൾ ദിവസവും ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുമാറാകട്ടെ. ഈ വേദപ്രസിദ്ധമായ നമഃശിവായ എന്നുള്ള ശിവ പഞ്ചാക്ഷരം നക്ഷത്ര സമാനം. നക്ഷത്രം എന്ന് പറയുമ്പോൾ 27 നക്ഷത്രങ്ങളാണല്ലോ. അപ്പോൾ 27 ശ്ലോകങ്ങളിലൂടെ ഒരു മാലയാക്കി ആ മാല കൊണ്ട് ഭഗവാനെ അർച്ചിക്കുകയാണ് വാസ്തവത്തിൽ ഈ സ്തോത്രം കൊണ്ട് ചെയ്യുന്നത്. ഇപ്പം നക്ഷത്ര സമാനം ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന 27 ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളെല്ലാം നമഃശിവായ നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷരമാണ്. ഹൃദ്യമായ സുന്ദരമായ ആ ഒരു കൃതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. ശ്രീമദാത്മനെ ഗുണൈക സിന്ധവേ നമഃ ശിവായ ധാമലേശധൂതലോകബന്ധവേ നമഃ ശിവായ നാമശോഷിതാ നമദ്ഭവാന്തവേ നമഃ ശിവായ പാമരേതര പ്രധാനബന്ധവേ നമഃ ശിവായ. ഓരോ പാദവും നമഃശിവായ എന്ന് അവസാനിക്കുകയാണ്. ഇങ്ങനെയാണ് 27 ശ്ലോകങ്ങളും. നമഃശിവായ, ശിവായ നമഃ, ശിവായ ശിവനായിക്കൊണ്ട്,
നമസ്കാരം. ശിവം മംഗളസ്വരൂപമാണ്. ഈ പ്രപഞ്ച വികാരങ്ങളെല്ലാം ഉപശമിച്ച ആവിർഭാവ തിരോഭാവങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള കേവലമായ സത്യസ്വരൂപമാണ് ശിവം. ജഗന്മംഗളമാണ് ശിവം. ആ ശിവസ്വരൂപത്തിൻ്റെ വിവിധ പ്രകാരത്തിൽപ്പെട്ട ആവിഷ്കാരങ്ങളായിട്ടാണ് വിവിധ ശിവസങ്കല്പങ്ങൾ നിൽക്കുന്നത്. അവിടെ ശിവൻ്റെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. യോഗീശ്വരനായ, സകല കലകളുടെയും പ്രാരംഭമായ, സാഹിത്യത്തിന് മൂലമായ, നൃത്തത്തിനും സംഗീതത്തിനും മൂലമായ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് മുഴുവൻ ആധാരമായ, ഇനി അതേ ശിവനെ തന്നെ നമുക്ക് അഭയങ്കരനായും ഭയങ്കരനായും ഒക്കെ കാണാം. ആശുതോഷനായ ശിവൻ, ഭജിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ അഭയം നൽകുന്ന ശിവൻ. ഇപ്പം ശിവം, ശിവൻ, ഈ രണ്ട് ഭാവങ്ങൾ, ഈ രണ്ടിനെയും ഓർമ്മിപ്പിക്കുന്നതാണ്, രണ്ടിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നതാണ് നമഃശിവായ എന്നത്. ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ വേദമന്ത്രം, നമഃശിവായ എന്ന വേദമന്ത്രം ആവർത്തിക്കാം. അതിന് നമ്മളെ നയിക്കുകയാണ് ഈ ഒരു കൃതിയിലൂടെ ചെയ്യുന്നത്. തുടർന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് ശ്രദ്ധിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. കടൽക്കാറ്റിലെ ഓങ്കാരനാദം പേരാലിലകളെ തഴുകുമ്പോൾ ചുവട്ടിൽ 10,000-കണക്കിന് മണിനാവുകളിൽ നിന്നുതിരുന്നത് പ്രാർത്ഥനകൾ. പേരാലിൽ മണി കെട്ടുന്നതിന് പിന്നിലുമുണ്ട് ഒരൈതിഹ്യം. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയ മണി അടർന്ന് താഴെ വീണു. ഇതുകണ്ട ക്ഷേത്രപൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി. ഇതിനെ തുടർന്ന് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം നടത്തി. വരദായിനിയായ അമ്മയുടെ അനുഗ്രഹത്തിന് പേരാലിൽ മണികൾ കെട്ടുന്നത് ഉത്തമമാണെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെ അത് പ്രധാന വഴിപാടായി. കായലും കടലും അതിരിടുന്ന ചെറുദ്വീപിൽ ഒരു ക്ഷേത്രം. അവിടെ ഭക്തർ മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിസ്വരൂപിണിയായ ദേവി. ആസുരിക ശക്തികളെ നിഗ്രഹിച്ച ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയെ ദർശിക്കാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങൾ. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം ഇന്ന് സംസാരസാഗരത്തിൽ പെട്ടുഴലുന്ന ഭക്തർക്ക് അഭയസ്ഥാനമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് കാട്ടിൽ മേക്കതിൽ ദേവീ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ,
നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട്. കാട്ടിൽ പടിയിറ്റ എന്ന കുടുംബം ദേവീ ചൈതന്യം ചമ്പക്കുളത്തുനിന്ന് ഇവിടെ എത്തിച്ചു എന്നാണ് വിശ്വാസം. മാലയിൽ എന്ന തറവാട്ടിലെ കിടാവിളക്ക് കണ്ട് ദേവി തൊഴുതു എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രതീകമായി ക്ഷേത്രത്തിലെ കിടാവിളക്കിനെ തൊഴുത ശേഷമാണ് ഭക്തർ ഇന്നും ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിപുരാതനമാണ്. തമിഴ്നാട്ടിലെ മധുര മുതൽ ഗോകർണം വരെ ഉൾപ്പെട്ട ചേര രാജ്യത്തിൻ്റെ ആദ്യ രാജാവായ ചേരൻ ചെങ്കുട്ടുവൻ മുതൽ തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ വരെ ദേവിയുടെ അനുഗ്രഹത്തിനായി ദർശനം നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. AD 1781 ധനുമാസത്തിലെ പൗർണമി നാളിൽ ഓണാട്ടുകര സന്ദർശിച്ച ശേഷം അനന്തപുരിയിലേക്ക് കായലിലൂടെ വഞ്ചിയിൽ മടങ്ങുകയായിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഇവിടെ വെച്ച് ദേവീ ദർശനം ഉണ്ടായതായും പറയപ്പെടുന്നു. പിന്നീട് ഇവിടെ ദർശനത്തിനെത്തുന്ന മഹാരാജാവിനും പരിവാരങ്ങൾക്കും താമസിക്കാൻ കായൽ തീരത്ത് ഒരു കൊട്ടാരം പണിതു. കൊട്ടാരമിരുന്ന സ്ഥലം ഇന്ന് കൊട്ടാരക്കടവ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു ക്ഷേത്രങ്ങളിലെങ്ങുമില്ലാത്ത ആചാര വഴിപാട് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഉദ്ദിഷ്ടകാര്യ ലാഭത്തിനായി മണി നേർച്ചയാണ് പ്രധാന വഴിപാട്. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി ക്ഷേത്ര പരിസരത്തുള്ള പേരാലിൽ പ്രാർത്ഥിച്ചു കെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ദേവിയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ ഭക്തർ മണി കെട്ടുന്ന ആചാരം ഇവിടുത്തെ മാത്രം പ്രത്യേകത. ആൽമരത്തിൽ കെട്ടുന്ന ഓരോ മണിയും ഭക്തരുടെ ഓരോ സ്വപ്നങ്ങളാണ്, സങ്കടമുക്തിക്കുള്ള പ്രാർത്ഥനകളാണ്. മണിനാവിൽ നിന്നുതിരുന്ന കിലുക്കങ്ങൾ വരപ്രസാദിനിയായ അമ്മയുടെ അടുക്കൽ ചെന്നെത്തുമെന്നും ആഗ്രഹങ്ങൾ സഫലമാകുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ് ക്ഷേത്രമുറ്റത്തെ പേരാൽ മരത്തിൽ നിന്ന് സദാ ഉയരുന്ന മണിക്കിലുക്കം. ഏഴു മാസമോ 7 ആഴ്ചയോ 7 ദിവസമോ തുടർച്ചയായി മണികെട്ടിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം. ആഗ്രഹം സഫലമായാൽ ക്ഷേത്രസന്നിധിയിൽ ദേവിക്ക് പൊങ്കാലയിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന പതിവുമുണ്ട്. ആയില്യം തിരുനാളായ സപ്പങ്ങൾ കേട്ടും സാധിക്കേ, അനന്തൻ മുതലായ നാൾക്കളം ദൈവസ്വരം കേട്ടും സാധിക്കേ. ഈ സന്താനങ്ങൾ മനമറിയാതെ മണ്ണേ സപ്പങ്ങോട് വഴി ദോഷങ്ങൾ ജീവിച്ച് ദോഷങ്ങൾ തന്നെ നാഗരാജന്റെ ഇരുന്നട നാഗരാജ വീണ പാടിക്കുമ്പോ ദ്വീപിൽ കുടികൊള്ളുന്ന പരാശക്തിയായ ദേവിയുടെ അനുഗ്രഹസിദ്ധി നേരിട്ടറിഞ്ഞവരാണ് ഭക്തരും പ്രദേശവാസികളും. സുനാമി തിരമാലകൾ തൊട്ടടുത്ത പ്രദേശങ്ങളെ വിഴുങ്ങിയപ്പോൾ ക്ഷേത്രം മാത്രം ചെറുപോറൽ പോലുമേൽക്കാതെ അതിജീവിച്ചു. ഇത് കാട്ടിലമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. കടലിനോട് വളരെ അടുത്തുള്ള സ്ഥലമായിട്ടും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധജലം ലഭിക്കുന്ന കിണർ അത്ഭുതമാണ്. വളരെ പണ്ട് ക്ഷേത്രപ്പറമ്പിൽ 3 പനകളും 2 കുളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശുദ്ധജലം ലഭിച്ചിരുന്ന ഒരു കുളത്തിലെ വെള്ളം ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. മറ്റേ കുളം ക്ഷേത്രത്തിന് സമീപത്തുള്ള പൊതുജനങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്ന പോലെ ക്ഷേത്ര പരിസരത്ത് 5 കിണറുകളും 1 പനയും ഇപ്പോഴുമുണ്ട്. മനകളുടെ നാട് എന്നാണ് പന്മന അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ധാരാളം മനകളും കാവുകളും ക്ഷേത്രങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഈ പ്രദേശം.
മണികെട്ട് പോലെ മറ്റൊരു വിശിഷ്ടമായ വഴിപാടാണ് ചതുർശതം. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമാണ് ചതുർശതം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതേത്താണിത്. ഈ പ്രസാദം സ്വീകരിക്കുന്നത് പുണ്യമായി ഭക്തർ കരുതുന്നു. വൃശ്ചികമാസം 1 മുതൽ 12 ദിവസങ്ങളാണ് കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവം. ഉത്സവ നാളുകളിൽ ക്ഷേത്രമുറ്റത്തെ പൂഴിമണ്ണിൽ 1001 കുടിലുകൾ ഉയരും. കുടുംബസമേതം ഭജനമിരിക്കുന്ന ഭക്തർക്കാണ് കുടിൽ. ഇങ്ങനെ വ്രതം നോക്കുന്നവർ അവിടെ തന്നെ താമസിച്ച് ദേവിയെ 3 നേരവും ഭക്തിപൂർവം തൊഴുതു വണങ്ങിയും ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പ്രസാദ ഭക്ഷണവും കഴിക്കണമെന്നാണ് ചിട്ട. വൃശ്ചികം 12 നടക്കുന്ന തിരുമുടി എഴുന്നള്ളത്ത് കണ്ടു വണങ്ങിയ ശേഷമേ കുടിൽ കെട്ടി പ്രാർത്ഥനയ്ക്കെത്തിയ ഭക്തർ ക്ഷേത്രാങ്കണം വിട്ടു പോകാറുള്ളൂ. ഈ 12 ദിനവും സന്ധ്യയ്ക്ക് ഓരോ കുടിലിനു മുന്നിലും വിളക്ക് തെളിയിക്കാറുണ്ട്. കദംബ വനവാസിനിയായ ശ്രീ ലളിതാ പരമേശ്വരിയെപ്പോലെ ഭക്തരെ ഭവസാഗരം കടത്തുന്ന മോക്ഷപ്രദായിനിയായ കാട്ടിൽ മേക്കതിൽ ദേവിയുടെ ചൈതന്യം തേടി കാതങ്ങൾ താണ്ടി ഭക്തരെത്തുന്നു. അവരുടെ ആഗ്രഹങ്ങളുടെ മണിക്കിലുക്കത്തിന് കൃപ ചൊരിയാൻ അമ്മയും കാത്തിരിക്കുന്നു.